ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരള ഹൗസ് കാർണിവൽ 2025 മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്ലീസ് വാച്ച്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, പ്ലീസ് സപ്പോർട്ട്. Carnival along with Radio Nalanchaya proudly presents Archie Midhuvan. Enjoy. അപ്പൊ മിഥുൻ ചേട്ടാ സ്റ്റേജ് കയറിയ സ്ഥിതിക്ക് എന്താണ് മിഥുൻ ചേട്ടൻ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ഒരു പാട്ട് M50യുടെ കൂടെ? വെറുതെ ആൾക്കാരെ വെറുതെ പറഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. എല്ലാരും ഇവിടെ വീണ്ടും അടുത്ത വർഷം നിങ്ങളെ കാണാൻ വന്നാൽ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഇവിടെ ഒരു ആവേശക്കുറവുണ്ടല്ലോ, ഒരു ചെറിയ ആവേശക്കുറവുണ്ടല്ലോ. എവിടെ നമ്മുടെ പുരുഷന്മാരെല്ലാരും ഇവിടെ? പുരുഷന്മാരെല്ലാരും ഇച്ചിരി ബഹളം ഒന്ന് കേൾക്കട്ടെ. ഈ സൈഡിലെ പുരുഷന്മാർക്ക് ബഹളമില്ലല്ലോ, എന്ത് പറ്റി? ഒന്നുകൂടെ കേൾക്കട്ടെ. 1 2 3 ഗോ. ഓക്കെ, എനിക്ക് തോന്നുന്നു സ്ത്രീകളാണോ കുറച്ചുകൂടി ആവേശത്തിൽ നിൽക്കുന്നത്? ആണോ? Let's hear some noise, ladies. കണ്ടോ, വീട്ടിൽ ഇവിടെയൊക്കെ ഒരുപോലല്ലേ എല്ലായിടത്തും അല്ലേ? നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളത്തിന് എത്ര വരാൻ പറ്റില്ല. ലക്ഷ്മിയുടെ സ്ഥിതി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അയർലൻഡ്, വൺസ് അഗൈൻ താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ അഗൈൻ. ആൻഡ് നിങ്ങളുടെ കൂടെ വീണ്ടും കേരള ഹൗസ് കാർണിവലിന്റെ ഭാഗമായിട്ട് വരാൻ കഴിയുമ്പോൾ, റൈറ്റ് നൗ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഗസ്റ്റ് ആയിട്ടാണ് വന്നെങ്കിൽ തിരിച്ച് ഞാൻ പോയത് ഇവിടുത്തെ ഒരു ഫാമിലി മെമ്പർ ആയിട്ടാണ്. അത്രയധികം സ്നേഹമാണ് ഇവിടെ ഉള്ള ആൾക്കാർ നൽകിയിട്ടുള്ളത്. അപ്പൊ അതിന് അടുത്തവണ ഇനിയില്ല. കഴിഞ്ഞ വർഷം പോലും ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ആരും നടക്കുമെന്ന് പറയില്ലായിരുന്നു. But it's happened today, and today is the day, ladies and gentlemen. It's time for the mass entry for each of them. And ആദ്യമായി ഞാൻ ഒരാളെ വിളിക്കാം. ഈ 8 പേരിൽ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോകുന്നത്, ഒബ്വിയസ്ലി എല്ലാവരും വെള്ളിത്തിരയിലെ ആളുകളാണ്, സിനിമാ നടന്മാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രേമം എന്ന സിനിമയിലൂടെ നമ്മളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു വന്ന് ഒരുപാട് ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് മോഹൻലാലും മമ്മൂട്ടിയും ഒന്ന് റേഞ്ചിൽ ചെയ്യുന്ന റോളുകളിൽ ഒന്നായ 19ാം നൂറ്റാണ്ട് എന്ന അതിമനോഹരമായ ഒരു ചിത്രത്തിലെ റോളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം സിജു വിൽസൺ. പ്ലീസ് വെൽക്കമിങ് ഓൺ ടു ദ സ്റ്റേജ്. Ireland, show your love for Siju Wilson. Let's welcome him on stage. Big round of applause everyone. നിർത്തല്ലേ. Come on. ഇത് ഒറ്റ ചോദ്യമുള്ളൂ. ഇവര് പന്ത് കളിക്കാൻ ഇവിടെ വന്നെങ്കിലും ഇവിടെ ഇവരുടെ എന്ത് പറയണം എന്നുള്ളത് നിങ്ങൾ പറയിപ്പിക്കണം കേട്ടോ. ഇവരെ കൊണ്ട് പാട്ട് പാടിക്കണോ, ഡാൻസ് ചെയ്യിക്കണോ, എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് വിട്ടുതരികയാണ്. വെൽക്കമിങ് ഓൺ ടു ദ സ്റ്റേജ് സിജു വിൽസൺ.
Seju here. Yeah. ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളി, നല്ല എനർജി. എനർജി കൂട്ടണോ? ശരി ശരി, ഒറ്റ ശരി. എനർജി കൂട്ടാനല്ലോ ഒന്ന്. 19-ാം നൂറ്റാണ്ട് കണ്ട ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? ആ കണ്ട ആൾക്കാർ മാത്രം ഇച്ചിരി ബോളം. Come on, everyone. ആൾക്കാരുടെ ബോളുണ്ട്. ഞാനിവിടെ അകത്തേക്ക് വന്ന വഴി എല്ലാരും എങ്ങനെയാണ് എനർജി കൂട്ടുന്നതും കൂടെ കണ്ടിട്ടാ ഞാൻ വന്നേ. എല്ലാവരുടെയും കാറിന്റെ ബൂട്ടിന്റെ ബാക്ക് ഇങ്ങനെ തുറന്നിരിപ്പുണ്ട്. അതെന്താ അവിടെ പരിപാടി? ഈ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അയർലൻഡിലെ എല്ലാ ആൾക്കാരെയും നമ്മളത് വേറൊന്നുമില്ല, അത് തുറന്നു വെച്ചേക്കണ കാറ്റ് കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി. എല്ലാരും കൂടി എന്നെ കൂടെ നിർത്തിയിട്ട് പോയിക്കൊള്ളാം. ഇല്ല, സിജു ഫ്രണ്ട്, സിജു സംസാരിച്ചോ? സിജു കുറച്ച് ബാക്കിലേക്ക് നിക്കാം, അവിടെ ഭയങ്കര വെയിലാണോ? കട്ടാവുന്നു റിസീവറെ. അപ്പോ ആദ്യമായിട്ടാണ് അയർലൻഡ് വരുന്നത്. എന്റെ ഒരുപാട് സുഹൃത്തുക്കളും ജൂനിയേഴ്സും എന്റെ കോളേജിൽ പഠിച്ചു. ഞാൻ അറിയാലോ, ഞാൻ നേഴ്സിംഗ് ആണ് പഠിച്ചത്. അപ്പൊ ഒരുപാട് നേഴ്സസ് ഇവിടെ ഉണ്ടെന്ന് അറിയാം. എന്റെ സുഹൃത്തുക്കളും എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഒരുപാട് പേര് ഇവിടെ സെറ്റിൽഡ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇന്ന് കാണാം. അപ്പോ ആദ്യമായിട്ടാണ് അയർലൻഡ് വരുന്നത്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു കാർണിവലിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും. അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് എന്റെ നാട്ടില് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു തുടങ്ങി, നീ അഭിനയമൊക്കെ നിർത്തി ഇപ്പൊ ഫുട്ബോളും ക്രിക്കറ്റും പരിപാടിയെ തുടങ്ങിയെന്ന് ചോദിച്ചു. സന്തോഷം, ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ. വേറൊരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിലൊക്കെ ഒന്ന് പെർഫോം ചെയ്യാനും നിങ്ങളെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്താ പറയാ, ലെറ്റ്സ് ഹാവ് ഫൺ. നമുക്ക് അടിച്ചു പൊളിക്കാം. ഇന്നൊരു ദിവസം നമുക്ക് തകർക്കാം, അടിപൊളിയാക്കാം. ഓക്കെ. ഇപ്പം ഇതിനടുത്ത് ഒരു ഓർഡറും ഇല്ല, നമുക്ക് ഒരാൾക്കും ഒരു പ്രാധാന്യവും ഇല്ലാതെ വിളിക്കുന്നത്. എല്ലാവരും തുല്യ പ്രാധാന്യമുള്ള ആൾക്കാരാണ്. സിദ്ധു എന്നറിയപ്പെടുന്ന സിദ്ധാർത്ഥ് മേനോൻ. അത് നിങ്ങൾ പറയരുത് കേട്ടോ, കാരണം ഞങ്ങൾ ഇവിടെ അയർലൻഡിലുള്ളവരുടെ തത്വവൈബുകാർക്ക് എല്ലാവരും അറിയാം. വെൽക്കമിങ് ഓൺ ടു ദ സ്റ്റേജ് സിദ്ധാർത്ഥ് മേനോൻ. ഇനി ആരെങ്കിലും പാടിക്കണമെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആളെ കിട്ടി. അതെ, ഇനിയിപ്പോ എന്താണ് സ്റ്റേജ് കാണിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആളെ നിങ്ങൾക്ക് കിട്ടി. സിദ്ധാർത്ഥ് മേനോനെ ആദ്യമേ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിൽ ഓരോരുത്തരും ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യമാണ്. അപ്പൊ സിദ്ധു ഓർത്തത്, ഞാൻ ഒബ്വിയസ്ലി നമ്മൾ ഷോസ് ആണല്ലോ ചെയ്യുന്നത്, പാട്ടിന്റെ പരിപാടിക്കാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഫുട്ബോൾ കളിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ കളി എവിടെ വെച്ചാ ചേട്ടൻ കണ്ടതെന്ന് പുള്ളി പറഞ്ഞു. ഇല്ല, അത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറാ, ബാക്കി പറഞ്ഞോ. നമസ്കാരം ഡബ്ലിൻ, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ ആൻഡ് സൂപ്പർ ഡൂപ്പർ ക്രിയേഷൻസ്, അലക്സ് ഏട്ടൻ ആൻഡ് എവ്രിവൺ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഫുട്ബോൾ കളിക്ക് വേണ്ടിയായിരിക്കും ഞാൻ അയർലൻഡിൽ ഫസ്റ്റ് ടൈം വരുന്നത്. ഐ വാസ് ഷോക്ക്ഡ്. പക്ഷേ നമുക്കൊരു കിടിലൻ ക്യാപ്റ്റൻ ഉണ്ട് നമ്മുടെ ടീമിൽ, ശബരി ചേട്ടൻ. ഹി ഈസ് വെയിറ്റിംഗ് ദെയർ. സോ ഐ എം സോ എക്സൈറ്റഡ്. ഹോപ്പ് ദാറ്റ് നിങ്ങൾ ആരും അവിടെ വരല്ലേ, നിങ്ങൾ ഇവിടെ ഇരുന്ന് മതി. ആൻഡ് ആസ് എലക്സേട്ടൻ പറഞ്ഞ പോലെ തന്നെ നാളെ ഐ വിൽ ബി പെർഫോമിംഗ് ഇൻ ഷീല പാലസ്. സോ ഐ ഹോപ്പ് ടു സീ യു ഓൾ ദേർ. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ. The London fashion ramp and Paris fashion ramp for the Malayalis. It's our pleasure. He's already been here in Ireland. Last year he was here. Once again he is here in this stage. It's my pleasure to please welcome the evergreen, always same looking, the charming, my dear friend, Rajiv Pillai. Everyone, please put your hands together and welcome Rajiv Pillai. Rajiv, few words. റാമ്പ് നടന്നിട്ടാണോ പറയുന്നത്? രാജീവിന്റെ റാംബോക്ക് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ വർഷത്തെ മിസ് കേരളയിലെ ജഡ്ജായി വന്ന രാജീവിന്റെ റാംബോക്ക് കണ്ടതാണ്. ഇന്ന് ഒരുപക്ഷെ വൈകുന്നേരം നിങ്ങൾ വേറെ കാണുകയും ചെയ്യും. എങ്കിലും ഇത് ഒരു പ്രത്യേക അവസരമാണ്. So definitely we will be asking Rajiv to show something as well. So before that, few words, Rajiv. നമസ്കാരം അയർലൻഡ്. ഒന്നുകൂടെ കൈ അടിക്കണം. എനിക്ക് കട്ട പാര വെക്കുന്ന സിദ്ധാർത്ഥ് ശിവ അവിടെ ഇരിപ്പുണ്ട്. രാജീവ് പിള്ള എന്ന് പറഞ്ഞപ്പോ അവര് മാത്രമേ കൈ അടിച്ചിട്ടുള്ളൂ, ആർക്കും മനസ്സിലായില്ലെന്ന് പറഞ്ഞു. ഒന്ന് കൈ അടിക്കും പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഇത് രണ്ടാമതായിട്ടാണ് അയർലൻഡിൽ വരുന്നത്. ആൻഡ് I felt the love Ireland has given me. Even again,
ഇന്ന് ഞങ്ങളുടെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. കളിക്കാൻ തയ്യാറായി എല്ലാവരും നിൽക്കുകയാണ്. എല്ലാവരും വരണം. അപ്പുറത്തെ ടീമിനെ സപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്യണം. ഗോൾ അടിച്ചാൽ അവർ ഓഫ് സൈഡ് ആണെന്ന് പറയണം. പ്ലീസ് ബി വിത്ത് us. താങ്ക് യു. സിദ്ധാർത്ഥ, ആദ്യമേ തന്നെ രാജീവ് പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. തീർച്ചയായിട്ടും അതിനെതിരെ ഒരു കമന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അതുപോലെ വേറെ എന്താണ് ഞങ്ങളുടെ ജനങ്ങളോട് പറയാനുള്ളത്? പറഞ്ഞിരുന്നു. എന്തായാലും ഞാൻ അഭിനയിച്ച പടം വെച്ചിട്ട് ആരും എന്നെ തിരിച്ചറിയാൻ. താങ്ക് യു. നമസ്കാരം. സാധാരണ എന്റെ പ്രോഗ്രാം കഴിയുമ്പോഴാണ് ഇങ്ങനെ പോവാറ്. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. അയർലൻഡിലേക്ക് ഒരു ചെറിയ പരിപാടിയാന്ന് പറഞ്ഞിട്ടാണ് അലക്സേട്ടൻ വിളിച്ചത്. പക്ഷെ ഇത് വമ്പൻ പരിപാടിയാട്ടോ. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലായത്. അത് മാത്രമല്ല, ഞങ്ങള് എംബസിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളോട് അംബാസഡർ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞു, മലയാളികൾ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അയർലൻഡും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ വലുതാണ്. കാരണം ഈ ആഫ്റ്റർ കോവിഡ് അത്രയും നല്ലൊരു ബന്ധം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളതിൽ വലിയൊരു പങ്ക് മലയാളികളുടെയാന്ന് പറഞ്ഞു. ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടാണ്. ഞങ്ങളവിടെ വളരെ അഭിമാനത്തോടെ നെഞ്ചുവിരിച്ചിരിക്കാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതിന് നിങ്ങളോട് ആദ്യം നന്ദി പറയട്ടെ. താങ്ക് യു. എന്തായാലും ഫുട്ബോൾ കളി എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ വലിയ ഗൗരവത്തിലെടുക്കരുത്. ഇതൊരു സൗഹൃദ മത്സരം മാത്രമാണ്. പോയിട്ട് പടത്തിന്റെ ബാക്കി ഷൂട്ട് കണ്ടിന്യൂറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ലാഘവത്തോടുകൂടി മാത്രമേ ഞങ്ങൾ കളിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. ആയതുകൊണ്ടായിരിക്കാം. അപ്പോ അത്തരത്തിലൊരാള് ഇങ്ങോട്ട് വരുമ്പോ, അത് അയർലൻഡിലേക്ക് ആദ്യമായിട്ട് വരുമ്പോ വൻ കയ്യടി കൊടുത്ത് സ്വീകരിക്കണ്ടേ? വരാൻ പോകുന്ന ആളിന്റെ പേര് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ പേര് പറയാം. ആ സിനിമ ഇഷ്ടമാണ് ഓൾറെഡി. ആ സിനിമ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു ഉഗ്ര ബഹളം കേൾക്കണം. Make some noise. Name of the movie പ്രേമലു. ആരാത് പറഞ്ഞേ? അപ്പോ പ്രേമലുവിന്റെ സ്വന്തം മമിത ബൈജു. ഇത്രയുള്ള മമിത ബൈജുവിനുള്ള സ്നേഹം നമുക്ക് അങ്ങനെ വെറുതെ കൊണ്ടുവരാൻ പറ്റുമോ? പ്രത്യേകിച്ചും ഇന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയണേ, നമുക്ക് ഒന്നുകൂടി അത് പ്ലേ ചെയ്യാം കേട്ടോ. രണ്ടാമത് പ്ലേ ചെയ്യാം കേട്ടോ. ഓക്കെ, നല്ല രസമുണ്ട്. ആ സമയത്ത് തന്നെ ചെക്ക് ചെയ്യണത് കൊള്ളാം. നല്ല അടിപൊളി സൂപ്പർ. ഇത് വീണ്ടും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, ശരി. അപ്പോ അവരെ നമുക്ക് സ്റ്റേജിലോട്ട് കൊണ്ടുവരുമ്പോ ഒരിച്ചിരി ആവേശത്തോടുകൂടി കൊണ്ടുവരണ്ടേ? നമ്മുടെ അയർലൻഡിലെ പിള്ളേര് തന്നെ ഒരു വെൽക്കം ഡാൻസ് ഒരുക്കിയിട്ടുണ്ട്. അതിന് ചേർന്ന് കൈയടിച്ച് വേണം തുടങ്ങാൻ. റെഡി? ഇല്ലല്ല, പോരാ പോരാ പോരാ. മമിത ബൈജു ഫാൻസ് ഈ സൈഡില്, മമിത ബൈജു ഫാൻസ് ഓൺ ദിസ് സൈഡ്, മമിത ബൈജു ഫാൻസ് ഓൺ ദാറ്റ് സൈഡ്. അവിടെ അധികം ആളില്ല, മനസ്സിലായി? ശരി. മമത ബൈജുവിന്റെ എൻട്രിക്ക് മുൻപായിട്ട് മമത ബൈജു നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ നമ്മളെ സഹായിച്ച അതൊക്കെ വരും. അതിന് ചുമ്മാ അതൊക്കെ നമുക്ക് സമയമുണ്ട്. പിന്നെ അതൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. നിനക്കൊരു സസ്പെൻസ് വേണ്ടേ? അതൊക്കെ നമുക്ക് വരാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അല്ലേ? വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് ലെറ്റ്സ് ഹാവ് ദ വെൽക്കം ഡാൻസ് ടു വെൽക്കം മലയാളത്തിന്റെ ഇന്നത്തെ ഫേവറേറ്റ് താരം. അത് മാത്രമല്ല, ഇപ്പൊ മമിത ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ആരുടെ കൂടെയാണെന്ന് അറിയോ? ജനനായകനിൽ വീണ്ടും മമിത എത്തുമ്പോ അതിനു മുമ്പ് നമ്മളത് ഇവിടെ ആഘോഷിക്കും. റെഡിയല്ലേ? ഓക്കെ, വെൽക്കമിങ് Mamita with a lovely dance from the Ireland team. Side. Thank you, ladies. Thank you for the lovely dance. Thank you. Thanks a lot. Okay, മമിത. ആദ്യം മമിത വരുന്നതിന് മുമ്പേ നമ്മളിവിടെ ഒരു കാര്യം ചെയ്തു. മമിത ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് ഇച്ചിരി ബഹളം ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷെ മമിത കേൾക്കവേ നമുക്ക് ഒരിക്കൽ കൂടി ചെയ്യണ്ടേ? On my count of 3. 1, 2, 3, go. മമിത, പ്രേമലുവിന്റെ സൂപ്പർ ഹിറ്റിന് ശേഷം ഇപ്പൊ വിജയുമായിട്ട് അഭിനയിക്കുന്നതിൽ നമുക്കൊക്കെ വിഷമമുണ്ട്.
Okay? Do you want to hear from Mamita? Do you want to hear from Mamita? Crowd has spoken for Ireland. അയർലൻഡിലെ ആദ്യത്തെ ഇവന്റ് ആണ്. അയർലൻഡിൽ ആദ്യമായിട്ട് വരികയാണ്. അതിനൊരു ഉക്രൻ വെൽക്കം. ഫോണൊക്കെ മാറ്റി വെച്ചൊരു കൈയടിയായിട്ട് കൊടുത്തേ. Thank you so much. Love you. എല്ലാവർക്കും നമസ്കാരം. ഹലോ കേരള ഹൗസ്. എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും ക്രൗഡിനെ പ്രതീക്ഷിച്ചില്ല. എന്നോട് പറഞ്ഞു നല്ല ക്രൗഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇത്രയും ഭയങ്കര ഓളമുള്ള ക്രൗഡിനെ ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഐ എം റിയലി റിയലി ഹാപ്പി ആൻഡ് ഐ എം ഓണർഡ് ടു ബി ഹിയർ. പിന്നെ എന്താ പറയാ, എനിക്ക് ഞാൻ വന്നപ്പോൾ തൊട്ട് ആക്ച്വലി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ കേരള ഹൗസ് കാർണിവൽ കമ്മിറ്റിയും അതേപോലെ കേര ഫുഡ് ബ്രാൻഡും ഫാമിലി എല്ലാവരും റിസീവ് ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് ഐ ഗോട്ട് എ വെരി വാം വെൽക്കം ഫ്രം യു പീപ്പിൾ. താങ്ക് യു സോ മച്ച്. ഒന്നുകൂടെയും എനിക്ക് ഭയങ്കര എന്താ പറയാ, ഐ എം ഔട്ട് ഓഫ് വേർഡ്സ് നൗ. താങ്ക് യു. And if she is out of words, we will give her words. Make some noise for Mamita, everyone. നീ അടുത്ത കലാപരിപാടികളിലൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. വിജയ് എന്ത് പറയുന്നു? പുള്ളി ഇങ്ങനെ എങ്ങനെയൊക്കെ പോവാണല്ലേ? ഇത് ഈ പടം കഴിഞ്ഞാൽ പുള്ളി അഭിനയിക്കാന്ന് പറഞ്ഞു മമിത അടുത്ത്. ഞാൻ ചോദിച്ചു ഇത് വിജയ് സാറിന്റെ അടുത്ത് ഞാൻ ഡയറക്റ്റ് എന്നിട്ട് ചോദിച്ചു, സാർ ഇത് ലാസ്റ്റ് പടമായിരിക്കുമോ, എന്താണ് എല്ലാരും അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പം വിജയ് സാർ പറഞ്ഞു അറിയില്ല, ഇലക്ഷന്റെ റിസൾട്ട് അനുസരിച്ചിരിക്കുന്നു അല്ലേ? അതവന്മാരെല്ലാം കൂടി ജയിപ്പിക്കുക, ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായത് ലൈക്ക് നമ്മള് ലാസ്റ്റ് ഡേയ്സിലും കൂടി ഉണ്ടായിരുന്നു. അപ്പം ആള് ഭയങ്കര എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇമോഷണൽ ആണ്. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇമോഷണൽ ആവും. അപ്പം ലാസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിലും എല്ലാവരുടെ കൂടെ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല, കാരണം ആള് ഇമോഷണൽ ആയി. സാറും ഭയങ്കര ഇമോഷണൽ. അപ്പൊ നമുക്ക് ലൈക്ക് ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ കണ്ടുവന്ന് എനിക്കൊക്കെ ഭയങ്കര എന്താ പറയാ കാണാൻ ആഗ്രഹം ഉണ്ടായിട്ട് കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടി. അതും സ്ക്രീൻ സ്പേസ് മാത്രമല്ല, അത് ഞങ്ങള് കൂടെ എന്താ ഇതുപോലെ ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഞാനിങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്നൊക്കെ അതൊക്കെ കേട്ടോണ്ടിരിക്കും, എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ ചോദിക്കും, അന്വേഷിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അത്രയും ഞാൻ അഡ്മയർ ചെയ്യുന്ന മനുഷ്യൻ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് കൂടെ വന്ന് നിൽക്കുമ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയാ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. വിജയനെ തൊട്ട കൈയല്ലേ ഒന്ന് പിടിച്ചോട്ടെ.